बात ही नहीं कर रहा था, पहली बार मेरे को मिले ना तब। तो मैं बोला ये कहीं हमारे वहाँ बहुत पत्रकार और ऐसे जैसे आदमी आते हैं, तो मेरे को पूछते क्या पाटेगान, मैं बोला मैं पाटेगान था ही नहीं, मैं तो बहुत दूर ठीक हॉस्पिटल में दाखिल, उसका प्रतिकार दे भी नहीं सकता क्योंकि पुलिस सामने खड़ी थी, देखती थी, सब कुछ होता था, मगर पुलिस ने मुंह बंद और आंख बंद कर दी थी। एक ही नाका था, दरवाजा एक ही है, जैसे सोसाइटी का एक ही नाका है, फिर अब पूरा पार्टियां शुरू होता है, मुसलमान लोग शुरू होते हैं। उनको रोकना था तो पुलिस वहां पे 50 साइड खड़ी थी, तो भाई हमको रोक लिया, ऐसे फायरिंग करते थे इस साइड में और बोलते थे, बोले क्या यार तुम लोग घुसो, बोले ये घर में घुसे तो यहाँ से सिलेंडर लिया और हमारी धड़ा फूटे, प्यूरो तो थी हमारे पास। उस टाइम तो हमें मजा ही और था, सब फोन भी कर रहे थे और उसके बाद में सब दौड़ दौड़ के पुलिस के पास भी जाते थे। हम लोग तो जो उनका एक वहाँ पे सलीम करके एक था जो नरोड़ा पार्टी का थोड़ा दादा माना जाता था, वो तो सब जिप के अंदर घुस गया था, सब फायर गया था, जिप के अंदर घुस गया था। तो पुलिस हम खुद उसको पकड़ के खींच के बाहर लाए, तो बोलता है पुलिस वालों बोलता है बोले इसने मारी ना, उसको बोले मारी डालना, जिंदा छोड़ेंगे तो बयान देगा ना, बोले उसको थोड़ा दूर ले जाके पूरा ही कर दिया। कमिश्नर रात को आए ना साहब, उन्होंने बोला एक जगह इतना बड़ा हो जाएगा तो मेरा भी तकलीफ होगा, उन्होंने उठा के सब अहमदाबाद में फिरवा दी, सब सिविल में लेके अलग अलग जगह से पोस्टमार्टम किया कि वहाँ से बताई, वहाँ से बताई, वहाँ से बताई, वो उनको करना पड़ा। तो कुवैत का इन्होंने फिर वर्णन नहीं किया, कुछ भी नहीं हुआ, पेपर और मीडिया वालों ने चलाया था थोड़ा और वो सब दब दबा के, और हमने तबियत से काटा, हल्दी गाड़ी बनाई और हमको गर्व है कि ऐसा एक बार दो बार मौका आ जाए और भी तो, और मरते मरते ये तो देखते जावे, पनपने नहीं चाहिए। मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से हो कुछ, मारो काटो जला। ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബാബു ബജ്രംഗി മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടിനുറുക്കിയതും ചുടുചോരയിൽ ആനന്ദ നിർവൃതി അണഞ്ഞതിനെക്കുറിച്ചും 2007 തെഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുസ്ലിങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു, പലതും. അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആ ബാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ്. അതവർ ഭയക്കുന്നു. അതവർ ഭയക്കുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം. ആ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജ്രംഗി പറഞ്ഞ മറുപടി മാസ ആത്താഹേന സാഹിബ്, ഞാൻ ആസ്വദിക്കുകയായിരുന്നു സുഹൃത്തെ എന്നാണ്. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിന് ഇതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല. ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാലാകണം. ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയത് കലാപമല്ല, മുസ്ലിം വംശഹത്യയായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെ ആയവർ ഓർക്കുന്നത് നല്ലതാകും. അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ്. ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല, ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല, ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയതുമല്ല. ഇന്നീ ചർച്ചയിൽ പങ്കുചേരുന്നവർ: KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, ജോമോൻ ചക്കാലക്കൽ BJP നേതാവ്, ശ്രീജിത്ത് ദിവാകരൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഇന്ത്യയിൽ എവിടെയോ നടന്ന ഒരു സംഭവം, ഒരു കലാപം, ഒരു വംശീയ ഉന്മൂലനം, അതൊരു ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ പരാമർശിക്കപ്പെടുന്നു. അത് കണ്ടയുടനെ ഈ നിലയിൽ സംഘപരിവാറിനും BJP കേന്ദ്രങ്ങൾക്കും വിരളി പൂണ്ട അതിനെതിരെ വടിവാളെടുക്കേണ്ട കാരണം എന്താണ്? ഇന്ത്യയിൽ എവിടെയോ നടന്ന ചെറിയൊരു കലാപം അല്ലെങ്കിൽ ചെറിയ രീതിയിലാണോ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താ സിത? നമ്മള് കണ്ണടച്ചിരുട്ടാക്കരുത് സിത, കണ്ണടച്ചിരുട്ടാക്കരുത്. ഇവിടെ
ഈ ചിത്രം, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിലും കണ്ട ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്? ഈ ചിത്രം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താ? ഇപ്പൊ ഈ ചിത്രം ഇവിടെ ഇങ്ങനെ ഇറക്കേണ്ട കാര്യം എന്താ? ഒന്നാമത് നാളെ ഇവിടുത്തെ ഇസ്ലാം മത സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ 30ഓളം ദിവസം അവര് വ്രതശുദ്ധിയിലൊക്കെ ഇരുന്ന് അവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നാളെ അവർ ഇവിടെ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സമയം നാളെ നടക്കാൻ പോവുകയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനും മുരളി ഗോപി എന്ന് പറയുന്ന ഇതിന്റെ തിരക്കഥാകൃത്തുമൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന, കാരണം നിങ്ങളിവിടെ ഇൻട്രോ പറഞ്ഞല്ലോ, ഇൻട്രോ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആ ഇൻട്രോയിൽ കൃത്യമായി നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. എന്താ ഇൻട്രോയിൽ നിങ്ങൾ മറച്ചു വെക്കുന്നത്? അവിടെ ഗുജറാത്തിൽ ആ ട്രെയിനിൽ അവിടുത്തെ കല്ലുകൾ അല്ലെങ്കിൽ റെയിൽവേ പാളത്തിലെ കല്ലുകൾ തന്നെ കൂട്ടി പറഞ്ഞല്ല ആ ബോഗിയിൽ കത്തിയത്. അപ്പോ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ ഇനി ആ കഥ തന്നെ ഇവിടെ പറയണമെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള ആ പൃഥ്വിരാജിനെ ആ ഒരു ഭാഗം കൂടെ അതിൽ പരാമർശിച്ച ഈ വിഷയത്തിലേക്ക് വരാമായിരുന്നു. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ഈ അസിത ഈ ചിത്രം ഈ ഫിലിം കണ്ടോ എന്നറിയില്ല. ഈ ഫിലിമിൽ എന്താ പറയുന്നത്? ഹിന്ദു നാമധാരിയായ ആളുകൾ ആ ഫിലിമിൽ പറയുകയാണ്, അത് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ്, 4ഓളം ഡാമുകൾ കേരളത്തിലുണ്ട്, ഈ ഡാമുകൾ ഇവിടെ തകർത്ത് ഇവിടെ നമുക്കൊരു കൂട്ടക്കൊല നടത്താം. ഒരു സിനിമയിൽ പറയാൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇത് എന്തൊരു വൃത്തികേടാണ് ഈ മനുഷ്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ജോമോൻ ചക്കാലക്കൽ, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഈ ചിത്രത്തിൽ ഒന്നാമത്തെ കാര്യം ജോമോൻ ചക്കാലക്കൽ 2002 ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം എന്ന് മാത്രമാണ് പറയുന്നത്. എവിടെ നടന്നു, എങ്ങനെ നടന്നു, ആര് നടത്തി, ഒരു നേതാവിന്റെ പേരോ ഒരു രാഷ്ട്രീയ പാർട്ടി. ഒരു മിനിറ്റ്, ചോദ്യം കേൾക്കൂ. അസഹിഷ്ണുത കാണിക്കല്ലേ ജോമോൻ ചക്കാലക്കൽ ആദ്യം മുതൽ തന്നെ. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞു സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചാണ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ, ഏതെങ്കിലും ഒക്കെ സംഭവങ്ങളെ കാണുമ്പോൾ അത് ഞങ്ങൾക്കെതിരെയാണ്, ഇത് ഞങ്ങളെയാണല്ലോ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ സ്വയം തോന്നുന്നത്, ആ ചോരയുടെ പാടുകൾ ഇപ്പോഴും ഉള്ളവർക്കല്ലേ? അല്ലാത്തവർക്ക് അത് തോന്നേണ്ട കാര്യമുണ്ടോ? അസിത, ഞാൻ ചോദിക്കട്ടെ, ഒരു ഹിന്ദു നാമധാരിയുടെ പേര് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ 600 കിലോമീറ്ററോളം വരുന്ന ഇവിടുത്തെ തീരപ്രദേശത്തിലൂടെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു നാമധാരികൾ ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്നും ഹിന്ദു നാമധാരിയായ ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ 4ഓളം ഡാമുകൾ നമുക്ക് തകർക്കാം എന്നൊക്കെ പറയുമ്പോ ഇതെന്താ നമ്മളെന്താ നിങ്ങളുടെ വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം തിന്നുന്നവരല്ലേ? അരിയാഹാരം കഴിക്കുന്ന ജോമോൻ ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾക്ക് ഇതിനു മുൻപ് അരിയാഹാരം കഴിക്കുന്ന ജോമോൻ ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾക്ക് ഈ സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളുടെ ഡോക്യുമെന്റേഷൻ മാത്രമല്ലല്ലോ, അതൊരു ഫിക്ഷണൽ കലാരൂപമാണ്. മുൻകാലങ്ങളിൽ സിനിമയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്താണ്? ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ കാണിക്കുമ്പോൾ എപ്പോഴും അത് മുസ്ലിങ്ങൾ മാത്രമാകുന്നു, തൊപ്പിയും താടിയും മാത്രമുള്ള ആളുകളാകുന്നു. അങ്ങനെ ഒരു വിമർശനം എപ്പോഴെങ്കിലും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കാത്തതോ, ആ വിഭാഗത്തെ ഇതിനെങ്ങനെ കോർണർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാത്തതോ എന്തിനാണ്? മറിച്ചാകുമ്പോൾ മാത്രം പ്രശ്നമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ അസിത, ഇത് നമ്മൾ വെറുതെ എന്താ പറയാ, ആളെ പൊട്ടനാക്കരുത്. സോറി, എനിക്കൊരു കോള് കയറി വന്നു. അസിത, നമ്മൾ വെറുതെ ആളെ പൊട്ടനാക്കരുത്. ഇവിടെ നമ്മൾ എന്താ പറയാ, ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയുമാക്കരുത്. ഈ വിഷയം എന്താ? ഇവിടെ നോക്ക്, ഈ വിഷയം കൃത്യമായി പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ കൃത്യമായി ഇത് ജനസമൂഹത്തിലേക്ക് ഈ ഒരു സന്ദേശം കൈമാറുകയാണ്. എന്താണെന്ന് അറിയുമോ? ഇവിടുത്തെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ മുഴുവൻ തീവ്രവാദികളാണെന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളം വെച്ച് കൊടുക്കുന്ന ആളുകളാണെന്ന് അത് ഇദ്ദേഹത്തിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചില വ്യക്തികൾ ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ തൊപ്പിയും താടിയുമുള്ള ആളുകളെ അവതരിപ്പിക്കുമ്പോൾ ഇതാ മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നുവെന്ന് ഇവിടെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും അപലപിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഒരു ഹിന്ദു നാമധാരിയുടെ പേര് ഉപയോഗിച്ചാൽ അതിതാ ഹിന്ദുക്കളെ മുഴുവൻ, ഓർഗനൈസർ പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിച്ചു. അങ്ങനെ ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ആദ്യം കേൾക്കൂ. ഇവിടെ അങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അത്ര കൃത്യമായി അവതരിപ്പിക്കാനായിരുന്നെങ്കിൽ പൃഥ്വിരാജും മുരളി ഗോപിയും അല്ലെങ്കിൽ ഇപ്പൊ ഈ നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ അടക്കം, മോഹൻലാൽ നിഷ്കളങ്കനാണെന്നോ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കുട്ടിയാണെന്നോ ഞങ്ങൾ കരുതുന്നില്ല. ഇന്നത്തെ അപ്പോളജൈസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏറ്റുപറഞ്ഞ ഏത് മനുഷ്യനും ഒരു തെറ്റ് പറ്റി നമ്മളൊരാളുടെ കാലിൽ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ സോറി എന്ന് പറയുമല്ലോ, അതുപോലെ ഞങ്ങൾ ആ സോറിയെ ഇപ്പോൾ
ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ. മോഹൻലാലിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഇത് ഇപ്പൊ ഉരുണ്ട് കളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ വിഷയം കൃത്യമായിട്ട് ഗുജറാത്ത് കലാപം തന്നെ, അല്ലെങ്കിൽ അവിടെ സംഭവിച്ച നാളുകളിൽ ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അത് ഇന്നലകളിൽ സംഭവിച്ചത് അത് തന്നെ പൊട്ടിപ്പുറപ്പെട്ടതാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഗോദ്രയിൽ തീവണ്ടി കലാപത്തെ കുറിച്ച് പറയാത്തത്? നിങ്ങൾ ഗോദ്രയിൽ സംഭവിച്ച തീവണ്ടിയിൽ അവിടെ ഞാൻ പറഞ്ഞ റെയിൽവേ പാളത്തിലെ കല്ലുകൾ തന്നെ ഉരഞ്ഞ് തീ പിടിച്ചിട്ടാണോ ആ 2 ബോഗി അവിടെ തകർന്നു പോയത്? എത്രയോ സന്യാസിമാർ അതിലുണ്ടായിരുന്നു, എത്രയോ കുട്ടികൾ ഉണ്ടായിരുന്നു, എത്രയോ അമ്മമാരുണ്ടായിരുന്നു. തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ, ആണായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും ആ ഒരു വിഷയം അതിൽ പരാമർശിച്ചതിന് ശേഷം അപ്പുറത്ത് നടന്ന അതിന് അനന്തര ഫലമായി നടന്ന കലാപത്തിലേക്ക് നീങ്ങാമായിരുന്നു. ബിജെപിയുടെ സംഘപരിവാറിന്റെ പ്രശ്നം ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞതാണോ, ഗോദ്രയെ കുറിച്ച് പറയാതിരുന്നതാണോ, അതിൽ ചില ആളുകളുടെ പേര് ഹിന്ദു സോക്കോൾഡ് ഹിന്ദു പേരുകളായതാണോ? അല്ല, ഞങ്ങള് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ, ഞങ്ങളുടെ നേതാക്കൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കേരളത്തിലെ അനിശ്ചിതനായ നേതാവ് MT രമേശ് ഈ വിഷയത്തിൽ ആദ്യം തന്നെ എന്താ പറഞ്ഞ്? സിനിമയുടെ വഴിക്ക് പൊക്കോട്ടെ എന്നല്ലേ പറഞ്ഞ്? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താ പറഞ്ഞ്? സിനിമയുടെ വഴിക്ക് പൊക്കോട്ടെ എന്നല്ലേ പറഞ്ഞ്? പക്ഷേ എങ്കിലും ഞങ്ങൾ ഇന്ന് വരെ സിനിമ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്യുന്നത് TP 51 എന്ന് പറഞ്ഞ സിനിമയെ ഇവിടുത്തെ തിയേറ്റർ കാണിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? കേരള സ്റ്റോറി എന്ന സിനിമയെ തിയേറ്റർ കാണിക്കാൻ ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണി UDF സമ്മതിച്ചോ? ആരാണ് സമ്മതിക്കാതിരുന്നത്? ഈ സിനിമകൾക്ക് എവിടെയെങ്കിലും കേരളത്തിൽ വിലക്കുണ്ടാകുകയോ തിയേറ്റർ വിലക്കോ, ആ സിനിമ വിലക്കുകയോ ആ സിനിമയുടെ ഏതെങ്കിലും ഭാഗം വെട്ടിമാറ്റപ്പെടുകയോ അതിലെ മുൻനിര അഭിനേതാക്കൾക്കും സംവിധായകർക്കും പൊതുസമൂഹത്തിൽ മാപ്പ് പറയേണ്ടി വരികയും ഉണ്ടായിട്ടുണ്ടോ? ആ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കുമെന്ന് പറഞ്ഞ CPM നേതാക്കളുണ്ട്. നിങ്ങൾക്കറിയുമോ? നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത് സിദ്ധാർത്ഥ്. TP 51 ഞാൻ പറയുന്നു, വെല്ലുവിളിക്കുന്നു. TP 51 സിനിമ നാളെ റിലീസ് ചെയ്യട്ടെ. നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്യാൻ അതിന്റെ സംവിധായകൻ ഇതേ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ജോമോൻ ചക്കാലക്കൽ ഇങ്ങനെ വൈകാരികമായി പറയുന്ന ഇതേ എമ്പുരാൻ ചിത്രത്തിൽ തന്നെ CPIM-നെ കൃത്യമായി വിമർശിക്കുകയും കളിയാക്കുകയും ഇപ്പോൾ പറഞ്ഞല്ലോ സുരേന്ദ്രനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന്. അതേ മട്ടിൽ CPIM-ലെ നേതാക്കളെ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന നറേഷൻ വരുന്ന പശ്ചാത്തലവും ഉണ്ടല്ലോ. എന്താണ് അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാകാത്തത്? അപ്പോൾ ജോമോൻ ചക്കാലക്കൽ ആവർത്തിക്കുന്നുണ്ടല്ലോ, ഗുജറാത്ത് കലാപം മറക്കാൻ ആഗ്രഹിക്കുന്നതാണെന്ന്. ആര് മറക്കാൻ ആഗ്രഹിക്കുന്നു? ഈ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് സംഘപരിവാർ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ സംഘപരിവാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ വർത്തമാനകാല ചരിത്രത്തിൽ ഇടം പിടിക്കരുത് എന്ന് ശഠിക്കുന്നത് എന്തിനാണ്? അല്ല അസിത, ഇന്നലകളിൽ സംഭവിച്ച ഒരു അനിഷ്ട സംഭവം നാളുകളിൽ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരെ നമ്മളെല്ലാം. ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് കാരണമാണെന്നേ. ആ കാരണം നിങ്ങൾ പറയാതെ ഗുജറാത്തിൽ പെട്ടെന്നൊരു സംഭവം സംഭവിച്ചു, കുറെ ആളുകൾക്ക് അവിടെ കുറെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ സംഭവിച്ച ഒരു സംഘടന BJP അവിടെ ചെയ്തു എന്ന് നിങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങൾ അതിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആ ഗോദ്ര ഈ സിനിമയിൽ അത്രത്തോളം അങ്ങനെ ഒരു വിഷയത്തെ തുടർന്ന് ആവിഷ്കരിക്കാൻ പൃഥ്വിരാജിനെ അദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ തിളയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഗോദ്ര കലാപത്തെ അല്ലെങ്കിൽ ഗോദ്രയിൽ സംഭവിച്ച ആ തീവണ്ടി അല്ലെങ്കിൽ തീവണ്ടിയിൽ ആ ബോംബ് വെച്ച് അല്ലെങ്കിൽ തീവണ്ടി കത്തിച്ചത് കൂടെ കാണിക്കണമായിരുന്നു. അത് കാണിക്കാതെ അദ്ദേഹം വളരെ ന്യൂട്രലായിട്ട് അവിടെ നടന്ന കലാപത്തിലേക്ക് മാത്രം പോകുമ്പോ അത് അദ്ദേഹം എന്ത് സന്ദേശമാണ് കൈമാറുന്നത്? ഇപ്പൊ കേരള സമൂഹത്തിൽ ഈ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് പൃഥ്വിരാജ് എന്താ നേടിയത്? ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയും മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയും എന്താണ് ഇപ്പൊ നേടിയത്? അതിന് ഉത്തരം പറ. അസിത പറ, എന്താണ് നേടിയത്? ഇവിടെ കേരളത്തിൽ ഇപ്പോ ഒരു ഡിവൈഡ് അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ ആ ഒരു വിഷയം പല ആളുകൾക്കിടയിലും ഒരു വിഭജനം മനസ്സിനകത്തെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിൽ സംഭവിച്ച ഒരു വിവേചനവും ഇല്ലാതെ ആരുടെയും മനസ്സിൽ ഒരു മുറിവും ഉണ്ടാക്കാതെ ആ സിനിമ വലിയ പ്രേക്ഷകർ കാത്തിരിക്കുകയും അത് റിലീസ് ചെയ്യുകയും അത് ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൽ മുറിവുണ്ടായി എന്ന് വിലപിക്കുന്നവർ നിങ്ങളാണ്. അത് ജോമോൻ ചക്കാലക്കൽ എന്ത് വൃത്തികേട് പറയുന്നു സുഹൃത്ത്? എന്ത് വൃത്തികേട് പറയുന്നു? 4 ഡാമുകൾ തകർത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇതിനേക്കാളും വലിയ ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകളെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ ജോമോൻ ചക്കാലക്കൽ കണ്ടിട്ടില്ലേ? ജോമോൻ ചക്കാലക്കൽ എന്ത് നിഷ്കളങ്കമായാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്ത് വൃത്തികേടാ? അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ ചെയ്യുമോ? ഇതേ പറയുന്ന ഈ എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ പുറത്തുള്ള ശക്തികളുടെ പണം വാങ്ങി കേരളത്തിലേക്ക് വൻ നിലയിൽ മയക്കുമരുന്ന് ഒഴുക്കാനും കേരളത്തിലെ യുവാക്കളെ ഒന്നടങ്കം മയക്കുമരുന്നിന് അടിമപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്ന രംഗമില്ലേ? ആ രംഗത്തിൽ എന്താണ് ജോമോൻ ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ വികാരം ഉണ്ടാകാതിരുന്നത്? ഞാൻ മടങ്ങി വരാം ജോമോൻ ചക്കാലക്കലിലേക്ക്.
ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം ഇവിടെ ഇപ്പോൾ ഗോദ്ര പറയാതെ ഗുജറാത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്വേഷണം നടക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് തുടങ്ങിയ വസ്തുതകളെ സസൂക്ഷ്മം അന്വേഷിച്ചറിയും. പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അകത്തു നിന്നുള്ള മുദ്രാവാക്യം വിളികളാണ് തീവണ്ടി നിർത്താൻ കാരണമായത് എന്നും തുടർ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുമാണ്. ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നാലെ അന്നത്തെ ഗോധ്ര ജില്ലാ കളക്ടറായിരുന്ന ജയന്തി രവി പറയുന്നു, ഇത് മുൻകൂട്ടി പദ്ധതിയിട്ട് തയ്യാറാക്കിയ ഒന്നല്ല, യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന്. അതിന് പിന്നാലെ ഈ ഗോദ്രയിലെ തീവെപ്പിലേക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങളെ കൊണ്ടുവന്നത് എന്ന് അന്നത്തെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന RB ശ്രീകുമാർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിയുമെങ്കിൽ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗോദ്ര സംഭവത്തെ വളച്ചൊടിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ള ചരിത്രമാണ്. അതിന്റെ ഫലഭൂഷ്ഠതയിൽ മുഖ്യമന്ത്രി പദവി അടിയറട്ടുറപ്പിക്കുകയും പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തുകയും ചെയ്തത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സംഘപരിവാർ അല്ല എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മാറുമോ? ഈ ചരിത്രത്തെ ഈ മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഈ ചരിത്രമുണ്ട്. കാരവനും അതേപോലെ തന്നെ തെഹൽക്കയൊക്കെ ഈ ബാബു ബജ്രംഗിയും അതുപോലെ തന്നെ മായാക്കൊത്തനെയും ഒക്കെ ആയിട്ട് ഒളിക്യാമറ വെച്ച് നടത്തിയ അഭിമുഖത്തിലൂടെ അവർ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ വീരകഥകൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളായ മനുഷ്യരെ, സ്ത്രീകളെ കൊന്നതിനെ, ബലാത്സംഗം ചെയ്തതിനെ, ഗർഭപാത്രത്തിൽ ശൂലം കുത്തിക്കയറ്റി ഭ്രൂണാവസ്ഥയിലുള്ള ശിശുവിനെ കുത്തിയെടുത്ത് അതേ സ്ത്രീയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആ ഭ്രൂണത്തെയും ആ സ്ത്രീയെയും കത്തിച്ചു കളഞ്ഞതടക്കമുള്ള മനുഷ്യത്വത്തിന് ഒരിക്കലും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത മരവിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ ഭീകരന്മാർ തന്നെ കാരവന്റെയും തെകൽക്കയുടെയും ക്യാമറയ്ക്ക് മുമ്പിൽ അവരറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ജോമോൻ ചക്കാലക്കൻ വലിയ ആണൊരുത്തനാവണ്ട. അങ്ങനെ ആണൊരുത്തനായിട്ടൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കണ്ട. തങ്ങളെന്താ പെണ്ണുങ്ങളുള്ള നാടല്ലേ ഇത്? ആണൊരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചർച്ചയെ എന്താണ് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭീകരത ഞങ്ങൾക്ക് നേരെയാണോ? ഞങ്ങൾക്ക് നേരെയാണോ താങ്കളുടെ ഫാസിസ്റ്റ് ഭീകരത? ഈ ചർച്ചയിൽ വന്നിട്ട് ആണൊരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് താങ്കൾ ഭീഷണിപ്പെടുത്തുന്നത്? താങ്കൾ മനസ്സിലാക്കേണ്ടത് മലയബോവിൽ ആരാണ് നടത്തിയത്? ആരാണ് ബോംബ് വെച്ചത്? മലയബോവിൽ ആരാണ് ബോംബ് വെച്ചത്? എന്റെ സമയത്ത് നിശബ്ദനായിരിക്കൂ. അങ്ങയുടെ സമയത്ത് അങ്ങ് പറഞ്ഞത് മുഴുവൻ KT കുഞ്ഞിക്കണ്ണൻ മിണ്ടാതിരുന്ന് കേട്ടതാണ്. മറുപടി പറയുമ്പോൾ അസഹിഷ്ണുത കാട്ടാതെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പൂർത്തിയാക്കൂ. മിസ്റ്റർ ജോമൻ ചാക്കോലക്കൽ, ആ മലയഗോവിൽ ആരാണ് ബോംബ് വെച്ചത്? ആരാണ് നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരെ, ഒന്നും അറിയാത്ത മനുഷ്യരെ കൊല ചെയ്ത് എന്നിട്ട് അത് മുസ്ലിങ്ങളുടെ പേരിട്ട് കള്ളക്കേസ് എടുത്തത് ആരാണ്? മക്ക മസ്ജിദിൽ ബോംബ് വെച്ചത് ആരാണ്? അവിടെ കൂട്ടക്കൊല നടത്തിയത് ആരാണ്? സംജോത എക്സ്പ്രസിൽ സ്ഫോടനമുണ്ടാക്കിയത്, നിരപരാധികളെ കൊല ചെയ്ത്. ഇതെല്ലാം പിന്നീട് NIA തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉന്നതരായ ആളുകളാണ്. അവരിപ്പോ പാർലമെന്റിലൊക്കെയാ ആ കേസുകളിലെ പ്രതിയുള്ളത്. അപ്പോ ഇവിടെ നിങ്ങൾ വലിയ ധാർമ്മിക രോഷം കൊള്ളുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കും. ഇവിടെ ഒരു വിഭജനം ഉണ്ടായിട്ടില്ല ചാക്കാലക്കല്. നിങ്ങളെ 4 RSSകാർക്കും അവരുടെ മൂട് താങ്ങി നടക്കുന്ന ചാക്കാലമാർക്കും പ്രശ്നമുണ്ടാകും. വേറെ ആർക്കും ഇവിടെ പ്രശ്നമില്ല. ഇവിടുത്തെ ഹിന്ദു സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഏകോദര സഹോദരങ്ങളായി കഴിയുന്ന ഒരു സമൂഹമാണ്. കാരണം ആ കേരളത്തെക്കുറിച്ച് 32,000 പെൺകുട്ടികളെ IS റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്ന വിദ്വേഷ പ്രചരണത്തിലുള്ള പ്രൊപ്പഗൻഡ സിനിമ ഉണ്ടാക്കിയവരാണ് നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹിന്ദു നിങ്ങൾ ഹിന്ദുവിനാരാണ്? ഈ RSSകാർ ഹിന്ദുവിനാരാണ്? നിങ്ങൾക്ക് ഹിന്ദുവായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശുദ്ധാശുദ്ധങ്ങളുള്ളതായ ഒരു ധർമ്മശാസ്ത്രമുണ്ടല്ലോ. ശൂദ്രരെയും സ്ത്രീകളെയൊക്കെ നീചന്മാരായി കാണുന്ന ഇവിടുത്തെ ദളിതരെയോടൊക്കെ ഏറ്റവും ഹീനമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിന് ഹിന്ദു എന്നല്ല പറയാ, ഹിന്ദുത്വ എന്നാണ്. ആ ഹിന്ദുത്വതയുടെ വക്താക്കളായി ഇവിടെ വന്നിട്ട് മൊത്തം ഹിന്ദുക്കൾക്കെതിരാണ് പൃഥ്വിരാജിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട്. നിങ്ങൾ വലിയ ആൺവിളിയൊന്നും ഇവിടെ നടത്തണ്ട, ആണധികാരമൊന്നും ഇവിടെ കാണിക്കണ്ട. നിങ്ങൾ ആണാവട്ടെ, ഞങ്ങളൊക്കെ പെണ്ണുങ്ങളാവട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനതയെ നിങ്ങൾ 2002 എന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടൊന്നുമല്ല. 2002 എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ ജീവിച്ചിരുന്ന, നമ്മൾ തന്നെ കടന്നു പോന്ന, നമ്മൾ തന്നെ കേട്ടുപോന്ന, നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വന്ന വംശഹത്യയുടെ ഒരു അനുഭവമാണ് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നുള്ളൂ ഗോത്രയില്ല. ആ സിനിമയിൽ ഗോത്രയില്ല എന്നാരാ പറഞ്ഞത്? ഗോത്രയുടെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ ഉണ്ടാവുന്നത്. ഗോത്ര കലാപത്തെ കുറിച്ച് ആദ്യം അന്വേഷിച്ചതാരാണ്? റെയിൽവേയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആക്സിഡന്റിനെ കുറിച്ച്, അത്യാഹിതത്തെ കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടതാരാണ്? റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം എന്ന് അന്വേഷിച്ചപ്പോ എന്താണ്? വണ്ടിക്കകത്ത് തന്നെയാണ്, ബോഗിക്കകത്ത്, സബർമതി എക്സ്പ്രസിന്റെ ബോഗിക്കകത്ത് തന്നെയാണ് തീപിടുത്തം ഉണ്ടായത്.
പുറത്ത് തീപിടുത്തമുണ്ടായതായിട്ട് ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു സൂചനയുമില്ല എന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ടിനെയൊക്കെ അട്ടിമറിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളൊക്കെ, അതാണ് RB ശ്രീകുമാറിന് ഇവിടെ അഴിച്ചത് പറഞ്ഞില്ലേ. RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവന്ന വിവരം അതാണ്. ഈ ഗുജറാത്ത് വംശഹത്യയെ ന്യായീകരിക്കാനായിട്ട്, അതിനൊരു ന്യായം ഉണ്ടാക്കാനായിട്ട് മോദിയും കൂട്ടരും ഉണ്ടാക്കിയ കഥയാണ്, അമിത്ഷാമാർ ഉണ്ടാക്കിയ കഥയാണ് ഗോത്ര സംഭവം. അല്ലാതെ ഗോത്രയിൽ സ്വാഭാവികമായി അവിടുന്ന് തീപിടിക്കുകയാണിത്. നിങ്ങൾ ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ഗുജറാത്തിന് തീ കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ ഒരു സംഭവത്തെ നിമിത്തമാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത തരത്തിലുള്ള കൂട്ടക്കൊലകൾക്ക് വിധേയമാക്കുകയാണ്. അത്തരം കഥകളാണ് ആ ക്രിമിനൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹൂളിഗാൻ ആളുകൾ. അവരാണ് ബാബു ബജ്രംഗിമാര്. അവരെ നിങ്ങളെ മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പോ കാരവന്റെയും തെഹൽക്കയുടെ ഒക്കെ വീഡിയോ പബ്ലിക് ഡൊമീനിൽ ലഭ്യമാണ് ചക്കാലക്കൽ. അപ്പോ ഇതൊന്നും നിങ്ങൾ വിശദീകരിച്ച് ന്യായീകരിച്ചു മോഹൻലാലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അയാൾ നിങ്ങളുടെ കാലിലേക്ക് വീണത് കൊണ്ടൊന്നും ഈ കാര്യമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ പോകുന്നു. ഇനി ഈ സിനിമ പിൻവലിച്ചാലും ഇനിയും സിനിമ വരും. ഈ സിനിമയിൽ 17 സ്ഥലത്ത് നിങ്ങൾ കത്രിക വെച്ചാലും ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചരിത്രത്തെ എന്താണ് നിങ്ങൾക്ക് അധികകാലം അധികാരം ഉപയോഗിച്ച് മറച്ചു പിടിക്കാനാവില്ല. ചരിത്രം മുന്നോട്ടാണ് നീങ്ങുന്നത്. നിങ്ങളുടെ അധികാരം കൊണ്ട് അതിനെ പിടിച്ചു നിർത്താനാവില്ല എന്ന കാര്യം RSSകാർ മനസ്സിലാക്കണം. നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്, ഇപ്പൊ മോഹൻലാലൊക്കെ കലാകാരനേക്കാളേറെ ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരന്റെ എന്താണ് ഒരു ഒതുക്കമാണ് അദ്ദേഹം പറഞ്ഞത്. ആരെയും ഒരു രാഷ്ട്രീയ ആശയത്തെയും ആരോടും വിദ്വേഷമില്ല എന്നൊക്കെ പറയുന്ന ഈ പച്ചവെള്ളം ഊതി കൊടുക്കുന്ന ഈ മോഹൻലാലിന്റെ ഈ മാപ്പവേഷയുണ്ടല്ലോ, ആ മാപ്പവേഷ ഒരു ED ഉണ്ട്, മറ്റ് അനവധി ഏജൻസികളുണ്ട്. അതിന് അവർക്ക് ഭയമുണ്ട്. ആ ഭയത്തിന് ഭയം കൊണ്ട് കീഴ്പ്പെടുകയാണ് മോഹൻലാലും സംഘവും ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ സിനിമ കാണുന്നതിനെ ഒന്നും നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. ശരി, ഞാനൊന്ന് ഇടപെടുന്നു. ശ്രീജിത്ത് ദിവാകരൻ, ഇവിടെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുന്നു, ഗോദ്രയെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ആക്ഷേപം. ശരിയെങ്കിൽ പിന്നെ ഗോദ്രയെ കുറിച്ച് പറയാമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ്. നോക്കൂ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ഉണ്ടാകുന്ന വൈകുന്നേരം പാർലമെന്റിലും വരുന്ന പ്രസ്താവന ഞാൻ ആദ്യം വായിച്ചു. അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞ പ്രസ്താവന ഞാൻ പിന്നാലെ വായിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും നിരോധനാജ്ഞ നിലനിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് വൈകുന്നേരത്തോടെ സ്ഥിതിഗതികൾ ആകെ അങ്ങ് മാറുകയാണ്. മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 40 അനധികൃത കടകൾ അനധികൃതമെന്ന് ആരോപിച്ച് പൊളിച്ചു മാറ്റുന്നു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദി, അന്നത്തെ മുഖ്യമന്ത്രി. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ ശ്രീജിത്ത് ദിവാകരൻ. അങ്ങനെ ഗോദ്രയിൽ കത്തിക്കരിഞ്ഞ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഗോദ്രയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് ഇതേ നരേന്ദ്രമോദിയാണ്. അതായത് ആദ്യ തവണ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മോദി പിന്നീട് ഹിന്ദുത്വ ആളിക്കത്തിച്ച് വർഗീയ വംശീയ കലാപത്തിന്റെ പേരിൽ ഗുജറാത്തിൽ നിലയുറപ്പിക്കുകയും ഈ കാണുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. അതിനാസ്പദം ഗോദ്രയായിരുന്നു. ഗോദ്രയുടെ തിരക്കഥ ആരുടേതായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോദ്ര നമ്മുടെ ഒരു റീസെൻറ്റ് മെമ്മറിയിലുള്ള ഏറ്റവും വലിയ ട്രാജഡികളിലൊന്നാണ്. ഒന്ന് ഗോദ്ര യഥാർത്ഥത്തിൽ ഗോദ്രയിലെ തീപിടുത്തം. ഇപ്പോൾ സബർമതി എക്സ്പ്രസ് ശരിക്കും രാത്രി 2002 ഫെബ്രുവരി 27 രാത്രി, അതായത് 26 രാത്രി നമ്മൾ അവിടെ എത്തേണ്ടതാണ്. 27 വെളുപ്പിനായിട്ട് 2 മണിയോടുകൂടി ഗോദ്രയിൽ എത്തേണ്ട ട്രെയിൻ വൈകി, 4 മണിക്കൂറിനധികം വൈകി. ഒരു 6 മണിയോടുകൂടി അവിടെ എത്തുന്നു. 6 മണി എത്തുന്ന ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വിട്ടതിന് ശേഷം ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. തീപിടുത്തത്തിൽ S6 എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റ്, S6 എന്ന് വെച്ചാൽ കമ്പാർട്ട്മെൻറ്റിൽ അതിലിഷ്ടം പോലെ കർസേവരുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് UP നിന്ന് മടങ്ങുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ കുറവ് കർസേവർ ഉണ്ടായിരുന്ന ഒരു മറ്റേ ബോഗിയായിരുന്നു S6. കുറേ സ്ത്രീകളും കുട്ടികളും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. ആ S6 തീ പിടിക്കുന്നു. ആ S6 ഏതാണ്ട് കുട്ടികളും സ്ത്രീകളും എല്ലാം അടക്കം 59 പേര് അവസാനം മരിച്ചതായിട്ട് കിട്ടുന്നു. ആദ്യം പ്രാഥമികമായിട്ടുള്ള എല്ലാ വാർത്തകളിലും എല്ലാ കാര്യങ്ങളിലും വരുന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയതിന് ശേഷം ഗോദ്ര പലവട്ടം ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഗോദ്ര ഈ പറയുന്ന രീതിയിൽ ഗുജറാത്തിലൊരു ചെറിയ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള
പ്രദേശങ്ങളിലൊന്നാണ്. ഗോദ്രയുടെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു അധികം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഗോദ്ര സ്റ്റേഷനിൽ കച്ചവടക്കാരിൽ ഒരു വലിയ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെ ഗോദ്രയിൽ കുറച്ചധികം സമയം ട്രെയിൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകൾ അവിടെ കച്ചവടക്കാരുമായിട്ട് ചെറിയൊരു കച്ചവശം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ അവിടെ നിന്ന് ഒരാരിൽ എന്തോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അല്ല, പക്ഷേ കയ്യിൽ കയറി പിടിക്കുകയോ മറ്റോ രീതിയിലൊരു ചെറിയ കശവശം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ബഹളം ഉണ്ടാകുന്നു. തുടർന്ന് ട്രെയിൻ വിടുമ്പോഴേക്കും ആളുകൾ ട്രെയിനിൻ്റെ പുറകിലേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ ഇവരാരാണെന്ന് വേണ്ടിയിട്ട് ഓടി ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ ട്രെയിനിൻ്റെ വാതിലും മുഴുവൻ മറ്റും അതിനകത്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നുള്ള ആൾക്കാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലൊന്ന് കരുതി അടയ്ക്കുന്നു. അടയ്ക്കുന്ന ട്രെയിൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു മുന്നോട്ട് പോയിട്ട് സ്റ്റേഷൻ്റെ പരിധി മറ്റേ സ്ഥലങ്ങളെല്ലാം വിട്ടതിന് ശേഷമുള്ള സ്ഥലത്ത് 50 മീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലത്ത് സിഗ്നൽ ഫാലിയ എന്ന് പറയുന്ന ഒരു കോളനി പ്രദേശത്ത് ആയപ്പോഴേക്കും അത് നിൽക്കുന്നു. ആ പ്രദേശത്ത് വെച്ചിട്ടാണ് അത് വണ്ടി നിൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് പേര് ഇതിൻ്റെ പുറകിൽ ഓടിയ ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. പക്ഷേ ഓടിക്കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ പെട്ടെന്ന് തീ പിടിക്കുന്നു. ആളുകൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. അവസാനം ഈ മരണമുണ്ടാകുന്നു എന്നുള്ളതാണ് സ്വാഭാവികം. അതിൽ ആദ്യം വന്ന വാർത്തകൾ, അന്വേഷിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ ഏത് തരത്തിൽ നോക്കിയാലും ആദ്യത്തെ അന്വേഷണത്തിൽ ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള VR കൃഷ്ണയ്യർ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ അന്വേഷണം നടത്തുന്നത്. ഒരു സിറ്റിസൺ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിമാരും ഏറ്റവും മുതിർന്ന അഭിഭാഷകരും ഇന്ത്യയിൽ ഈ സർവ്വ മനുഷ്യരും, അതായത് ഇടതുപക്ഷവും BJPയും കോൺഗ്രസും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള സിറ്റിസൺ കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണം നടത്തുന്നത്. ഇവരുടെ എല്ലാ അന്വേഷണത്തിലും എന്തായാലും പുറത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കത്തിക്കാനുള്ളൊരു സാധനം അകത്തേക്ക് ഒഴിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു 8 അടിയോളം പൊക്കത്തിൽ ആരെങ്കിലും നിന്നാൽ മാത്രമേ ഇതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒഴിക്കാൻ മറ്റേ ഈ മുഴുവൻ ഷട്ടറുകളും വാതിലുകളും അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം അല്ല അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ എല്ലാ നിഗമനവും. ഇപ്പോൾ ജയന്തി കളക്ടർ കാര്യം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആദ്യം റെയിൽവേയുടെ അന്വേഷണങ്ങളും ലോക്കൽ പോലീസിൻ്റെ സംഭവിച്ചിട്ട് പുറത്തു നിന്ന് എന്തെങ്കിലും തരത്തിൽ അവിടെ നിന്നൊരു കത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിൽ കണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയോടുകൂടി അന്ന് വിൻ്റർ സെഷൻ നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിൻ്റർ സെഷനാണോ ബജറ്റ് സെഷനാണോ എന്ന് ഓർമ്മയില്ല. ആ സെഷനിൽ പാർലമെൻറ്റിൽ തന്നെയാണ് വാജ്പേയി ഇത്തരത്തിൽ അതിലൊരു വേറെ തരത്തിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് താൽക്കാലികമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ വാജ്പേയി റെസ്പോണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കളക്ടർ ജയന്തി രവി റെസ്പോണ്ട് ചെയ്യുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒരു 1:30 കൂടിയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി രംഗത്ത് വരുന്നത്. അതിനുശേഷമാണ് ഏതാണ്ട് 2:30-3 മണിയോടുകൂടി ഈ സിഗ്നൽ വാലിയിലുള്ള കുറേ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അതിനുശേഷം ഒരു വൈകുന്നേരത്തോടു കൂടി ISI ആണ് ഇതിൻ്റെ പുറകിൽ നിന്ന് മോഡി പ്രഖ്യാപിക്കുന്നു. ബജ്രംഗ് ദളും VHPയും ഓൾറെഡി അന്ന് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നരേന്ദ്രമോദി കൂടി ബന്ദ് പ്രഖ്യാപിക്കുന്നു. ബന്ദ് പ്രഖ്യാപിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഗോദ്രയിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള അഹമ്മദാബാദിലേക്ക് മറ്റേ റോഡ് മുഖാന്തരമായിട്ട് ഈ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ എല്ലാമായിട്ട് പോരാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ VR കൃഷ്ണയ്യരുടെ റിപ്പോർട്ടിൽ VR കൃഷ്ണയ്യർ കൃത്യമായി പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഈ മറ്റേ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുമായിട്ട് റോഡിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ആ സഞ്ചരിക്കുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ആളുകളും ചേർന്നിട്ട് ഒരു തരത്തിലുള്ള
പോഗോം എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റേ വംശഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു ആഹ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ആഹ്വാനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഗുജറാത്തിൽ വംശഹത്യ അരങ്ങേറിയത്, വലിയ മറ്റേ തോതിലുള്ള ആളുകളുടെ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ, ആരെങ്കിലും യഥാർത്ഥത്തിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ഒരു കാര്യമാണോ, ഒരു കാര്യമാണോ ഒന്നും ഒരു തരത്തിലും തെളിയിക്കപ്പെട്ടില്ല. ഇത് കോടതിയിൽ വന്നിട്ടുള്ള സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അതിൽ എടുത്തു നിന്നിരുന്നൊരു കാര്യം. രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം, മറ്റേ കോടതിയുടെ സാക്ഷികളായിട്ട് വന്നിട്ടുള്ള രണ്ട് പേര്, അതായത് അകത്ത് നിന്ന് മുസ്ലിങ്ങളാണിത് വലിച്ചു നിർത്തിയത്, അതായത് ഈ മറ്റേ അപായച്ചങ്ങല വലിച്ചു നിർത്തിയത് എന്നുള്ളതിന് സാക്ഷിയായിട്ട്, അതായത് രണ്ട് പേര് പോലീസ് സാക്ഷികളായിട്ട് വന്ന രണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഈ രണ്ട് പേരും പോലീസ് ഞങ്ങളെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് മറ്റേ മൊഴിമാറ്റി പറയുകയും അവരെ മറ്റേ ഇതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും കോടതി, അതായത് പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴിയാണ് പ്രധാനം, കോടതിയിൽ പറഞ്ഞ മൊഴിയല്ല. ലോകത്ത് ഒരു സ്ഥലത്തും അംഗീകരിക്കുന്ന കാര്യമല്ല. കാരണം പോലീസിന് കൊടുത്ത മൊഴിയെ അല്ല പ്രധാനം, കോടതിയിൽ പറയുന്ന മൊഴിയാണ് പ്രധാനം. പക്ഷേ കോടതിയിൽ തിരിച്ചു പറഞ്ഞിട്ട് പോലും പ്രാഥമികമായിട്ടുള്ള ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുക്കാനായിട്ട് കോടതി തീരുമാനിച്ചു. അതേപോലെ തന്നെ അവിടെ ഒരു 10ഓളം വരുന്ന വിശ്വഹിന്ദു പരിഷത്തുകാരാണ് ഈ മറ്റേ പ്രതികളായിട്ടുള്ള മുസ്ലിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. ഈ വിശ്വഹിന്ദു പരിഷത്തുകാർ എന്തിനാണ് ആ സ്റ്റേഷനിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു മറുപടി ഇല്ലായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വരുന്ന ദൂരിൽ നിന്ന് വരുന്ന കർഷകർക്ക് ഭക്ഷണവുമായിട്ട് അവർ പെട്ടെന്ന് എത്തിയതാണ്, അവർക്ക് വെള്ളം നൽകുക. അപ്പോൾ രാത്രി 2 മണിക്ക് യഥാർത്ഥത്തിൽ എത്തേണ്ട ട്രെയിൻ 4 മണിക്കൂർ വൈകി 6 മണിക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാതിരി നമ്മുടെ ആപ്പൊന്നുള്ള കാലമല്ല അത്. മറ്റേ ഏത് സമയത്താണ് വൈകി എത്തുന്നതെന്നുള്ളതിനൊരു ധാരണയില്ല. ഇവരാരും രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വളരെ മുൻപ് തന്നെ ഇവിടെ എത്തിയതായിട്ടുള്ള എല്ലാ തെളിവുകളില്ല. ആ രീതിയിൽ മുഴുവനായിട്ടും അന്വേഷണ സമയത്ത് മുതൽ മുഴുവനായിട്ടും ഒരു തരത്തിൽ ഒരു തെളിവും ഹാജരാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തരത്തിലും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സംഭവമായിട്ട് ഗോത്ര ആളുകളെ കൊല്ലണം എന്ന് തീരുമാനിച്ച് ആരെങ്കിലും ചെയ്തതായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അന്വേഷണ കമ്മീഷനായിട്ട് മോഡി പ്രഖ്യാപിച്ച രാകേഷ് അസ്താന എന്ന് പറയുന്ന 1984 ബാച്ചിൽപ്പെട്ട IPS ഉദ്യോഗസ്ഥൻ ഇതിന് ചാർജ് എടുത്തതിന് ശേഷമാണ് ഇതൊരു മുസ്ലിം ആളുകളാണ് ഇത് ചെയ്തതെന്ന്, ലോക്കലായിട്ടുള്ള മുസ്ലിങ്ങളുടെ പ്രവൃത്തിയായിരുന്നു ഇതെന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വന്നത്. ആ വ്യാഖ്യാനം മുഴുവൻ തെറ്റായിരുന്നു. അവിടെ ഞാനൊന്ന് ഇടപെടുന്നു ശ്രീജിത്ത് ദിവാകരൻ. ആ നറേറ്റീവ് വന്നത് മുതലുള്ളതാണ് പ്രശ്നം. ജോമോൻ ചക്കാലയ്ക്കൽ, ഗോദ്രയെ കുറിച്ച് പറയണം എന്നുള്ളതായിരുന്നല്ലോ. അത് ഗോദ്രയെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുന്നോട്ട് പോയ ശേഷമാണ് തീ പിടിച്ചത് ചില ബോഗികൾക്ക് എന്നുള്ളതാണ്. വാതിലുകൾ അടച്ച ട്രെയിൻ മുന്നോട്ട് പോയ ശേഷം തീ പിടിച്ചു. ഇനി നോക്കൂ, കലാപ സമയത്ത് ഗുജറാത്തിലെ DGP ആയിരുന്ന RB ശ്രീകുമാർ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം. യഥാർത്ഥത്തിൽ ട്രെയിനിൽ ആക്രമണം ഉണ്ടായത് ഗോധ്രയിൽ വെച്ചല്ലായിരുന്നു. തീപിടുത്തമുണ്ടാകുമ്പോൾ വണ്ടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിന് കാരണം കർസേവകരിൽ ചിലർ ചങ്ങല പിടിച്ചു വലിച്ചതാണ്. രാവിലെ 7:20-നും 7:25-നും ഇടയിലാണ് ആക്രമണം നടന്നത് എന്നതാണ് റിപ്പോർട്ടുകളിലുള്ളത്. സിഗ്നൽ ഹാരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ റെയിൽപാളവും തറനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിലാണ്. 15 അടിയെങ്കിലും ഉയരമുണ്ടാകും. താഴെ നിന്ന് കല്ലൊക്കെ വലിച്ചെറിയാനാകും, എന്നാൽ തീപ്പന്തമൊന്നും തീവണ്ടിയുടെ ഉള്ളിലേക്ക് വലിച്ചെറിയാനാകില്ല. അതായത് പുറത്തുനിന്ന് പെട്രോൾ ബോംബോ അതുപോലുള്ള സാധനങ്ങളോ തീവണ്ടിയിലേക്ക് വലിച്ചെറിയാനാകില്ല എന്നർത്ഥം. പറയൂ ജോമോൻ ചക്കാലയ്ക്കൽ, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപ് വായിച്ചിട്ടുണ്ടോ? അതോ കാണാത്ത സിനിമയെക്കുറിച്ച് കൂട്ടത്തിലുള്ളവർ ഹിന്ദുവിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ജോമോൻ ചക്കാലയ്ക്കലെ പോലുള്ള നിരവധി ആളുകൾ ഇതിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്? അല്ല, ഇത്തരത്തിലുള്ള സിനിമകളൊന്നും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇനി കാണാനും ആഗ്രഹിക്കുന്നില്ല, അത് വേറെ വിഷയം. ഇവിടെ ഈ ഗോദ്ര കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷിച്ച ആളുകളുടെ പേരുകൾ അസിതയ്ക്ക് അറിയുമോ? അറിയാം. ശിക്ഷിച്ച വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അസിതയ്ക്ക് അറിയുമോ? എങ്കിലൊന്ന് അല്ല, ആ പേരുകളൊന്ന് പറയുമോ? അല്ല, കോടതിയാണല്ലോ ശിക്ഷിച്ചത്. ഇനി കോടതി ശിക്ഷിച്ചതും അറിയാതെ ശിക്ഷിച്ചാണെന്ന് പറയാൻ വേണ്ടി കോടതി ശിക്ഷിച്ചപ്പോൾ അതിൽ നിന്നും ചിലരെ ഒഴിവാക്കുകയും ആ മൊഴി വിശ്വാസത്തിലെടുക്കുകയും പറഞ്ഞതിന്റെ കാര്യം ശ്രീജിത്ത് ദിവാകരൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു. താങ്കൾ കേട്ടില്ലേ അത്? അല്ല, അദ്ദേഹത്തിന്റെ നെറേറ്റീവ് പറയട്ടെ. പറയൂ. അസിത എന്താ? അസിത ഒരു മോഡറേറ്റർ ആണുള്ളത്. ആ ശിക്ഷിച്ച വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കോടതി
കോടതി കണ്ണടച്ചിട്ട് അവരെ വിധിക്കുകയായിരുന്നു. ജോമോൻ ചക്കാലക്കൽ നരോദയിലെ MLA-യും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മുൻ മന്ത്രിമാരുന്ന കോട്നാനി, VHP മുൻ നേതാവ് ബാബു ബജ്രംഗി, പ്രാദേശിക BJP നേതാക്കളായ ബിപിൻ പഞ്ചൽ, കിഷൻ കൊറാനി, അശോക് സിന്ധി തുടങ്ങിയവരായിരുന്ന ഈ കേസിലെ പ്രതികൾ 62 പേരെ പ്രതി ചേർത്ത് 2009 ഈ കേസിൽ കുറ്റപത്രം നൽകുന്നത്. ഇനി ജോമോൻ ചക്കാലക്കൽ പറഞ്ഞതുപോലെ അവരെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവരിൽ ചില ആളുകളെ വിടുന്ന സമയത്ത് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ ജോമോൻ ചക്കാലക്കൽ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അവരെ തീയിട്ട് കൊലപ്പെടുത്തിയത്, അവരെ ക്രൂരമായി കൊന്നത്. നാളെ ഞങ്ങൾ അവരെ കൊന്നെന്ന് നറേറ്റീവ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചതും ഇതേ ഇന്ത്യയിലാണ് ജോമോൻ ചക്കാലക്കൽ. ഇനി അത് പോരെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പോലീസിന് കൊടുത്ത മൊഴിയും കോടതിയിൽ കൊടുത്ത മൊഴിയും റെക്കോർഡിക്കലാണ്. കോടതിയിൽ കൊടുത്ത മൊഴി സാധാരണ വിശ്വാസത്തിലെടുക്കെ അതിവിടെ വേണ്ട, അതിവിടെ മുഖവിലക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോമോൻ ചക്കാലക്കൽ. ഇപ്പോ ഇതിനു മുമ്പ് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീജിത്ത് ദിവാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഈ ഉത്തർപ്രദേശിലെ രാമക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്ത് പോയി ഒരു വലിയ കൂട്ടം ആളുകൾ, കർസേവകർ ആ ട്രെയിനിൽ മടങ്ങി വരുന്ന വിവരം ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. ആ ട്രെയിനിന്റെ മിക്കവാറും കമ്പാർട്ട്മെന്റിൽ മുഴുവൻ കർസേവകരായിരുന്നു എന്നും അറിയാമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായി അവിടെ VHPയുടെ ആളുകളോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സംഘടന ആളുകളൊക്കെ അവിടെ എന്തിനു വന്നു എന്നുള്ള ചോദ്യമൊക്കെ എന്ത് ബാലിശമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ പോകുന്ന വഴിക്ക് മുഴുവൻ, ഇപ്പൊ ഇവിടെയാണെങ്കിലും ശബരിമല തീർത്ഥാടനക്കോ പഴനി തീർത്ഥാടനത്തിന് പോകുമ്പോഴൊക്കെ ആളുകൾ വഴിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വഴിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നവർക്ക് ഓരോ സ്റ്റേഷനുകളിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്കായി ആളുകളെ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഒരു ട്രെയിൻ അവിടുന്ന് പുറപ്പെട്ട ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ലേ? അല്ല, ഡിജിറ്റൽ യുഗത്തിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക. എന്നാ ഡിജിറ്റൽ? അത് ഞാൻ ചോദിക്കട്ടെ, അവിടുന്ന് കർഷകര് വരുന്ന വിവരമൊക്കെ അറിയാമായിരുന്നു. ഗോദ്ര സ്റ്റേഷനിൽ നിന്നും വിട്ട ട്രെയിനിനാണ് തീ പിടിച്ചതെന്ന് ജോമോൻ ചക്കാലക്കൽ. സ്റ്റേഷനിൽ നിന്നും വിട്ട ട്രെയിനിനാണ് തീ പിടിച്ചതെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീകുമാർ പറയുന്നതിനെ എങ്ങനെയാണ് അവിശ്വാസത്തിലെടുക്കേണ്ടത്? ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൈരളി ചാനലിന്റെ പേരിൽ അല്ല, ജോമോൻ ചക്കാലക്കലിന്റെ പരാതി ഗോദ്രയെ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതായിരുന്നല്ലോ. ഗോദ്രയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പോയി സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് തൽക്കാലം മുന്നിലുള്ള ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കാം. ജോമോൻ ചക്കാലക്കൽ, എന്റെ പരാതി ഗോദ്രയെ കുറിച്ച് കൈരളിയുടെ ഈ ചാനലിൽ നമ്മൾ സംസാരിച്ച പോരാ. ഈ ചിത്രത്തിൽ ഗോദ്ര കലാപത്തിന് അനന്തരഫലമായി സംഭവിച്ച അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് ഒരു വ്യക്തി പ്രതിപാദിക്കുമ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായും ഈ ഗോദ്ര കലാപവും ഗോദ്രയിൽ സംഭവിച്ച ആ തീവണ്ടിയിൽ സംഭവിച്ച തീവെപ്പിനെ കുറിച്ചും പറയാനുള്ള ആർജവത്വം മുരളി ഗോപിക്കും ജോമോൻ ചക്കാലക്കൽ, അത് പറയുന്നവരുടെ ചോയ്സ് ആണ് ജോമോൻ ചക്കാലക്കൽ. അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സംഘപരിവാറിന് കഴിയുന്നില്ല? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പൃഥ്വിരാജ് എന്ന വ്യക്തി എവിടെയാണെന്നും അദ്ദേഹത്തിനുള്ള ഫണ്ടിങ്ങുകൾ എവിടെ നിന്ന് വരുന്നുവെന്നും പൃഥ്വിരാജിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ആരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞില്ലേ, എനിക്ക് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കണമെന്നൊരു താല്പര്യവുമില്ല കേട്ടോ ശ്രീ ജോമോൻ ചക്കാലക്കൽ. അല്പം മുമ്പ് അങ്ങ് പറഞ്ഞു മോഹൻലാൽ ഇതിലൊന്നും കുടുങ്ങിപ്പോയെന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കുന്നില്ല എന്ന്. അപ്പോൾ ആ മോഹൻലാലിന്റെയും ഇതിന് കാശ് മുടക്കിയ ഗോകുലം ഗോപാലന്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫണ്ടിങ്ങും അതേ മാർഗത്തിൽ തന്നെയാണോ? അല്ല, ഒരു മിനിറ്റ്. ഈ വിഷയം മാത്രമല്ല, പൃഥ്വിരാജിന്റെ ഇതിന് മുമ്പിലുള്ള പല സ്റ്റേറ്റ്മെന്റും നമ്മളെടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഓർഗനൈസർ അങ്ങനെ വെറുതെ എഴുതുമെന്നല്ല, ഇന്റലക്ച്വലായി നല്ല കഴിവുള്ള ആളുകൾ നടന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ കാല സംഭവ വികാസങ്ങളെ ചരിത്രം മുഴുവൻ പരിശോധിച്ചേക്കുക. ഓർഗനൈസർ ലേഖനം എഴുതുക. ഓർഗനൈസർ അങ്ങനെ വെറുതെ നമ്മൾ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ഓർഗനൈസർ ലേഖനം എഴുതില്ല. ഓർഗനൈസർ പൃഥ്വിരാജിനെ കുറിച്ച് പൃഥ്വിരാജിന്റെ സകല ജാതകവും പരിശോധിച്ചിട്ട് തന്നെയാണ് പൃഥ്വിരാജിനെ കുറിച്ച് അത്തരത്തിലുള്ള ചില വാചകങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി താങ്കൾ പറഞ്ഞ പോലെ പൃഥ്വിരാജ് അങ്ങനെ ഒരാളാണെന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞൊരു സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? ഔറംഗസീബിന്റെ, ഒരു മിനിറ്റ് സുഹൃത്തെ, ശരി, ഔറംഗസീബിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ചെടുത്ത ചാവ എന്ന സിനിമ നാഗ്പൂരിൽ വർഗീയ കലാപം ഉണ്ടാക്കിയതും നിരവധി ആളുകളെ കൊന്നൊടുക്കിയതും താങ്കൾ അറിഞ്ഞിരുന്നോ? എവിടെ പോയി അന്ന് ഈ ആർജവം? ജോമോൻ ചക്കാലക്കൽ, ഈ രാജ്യത്തെ മനുഷ്യരായിരുന്നില്ലേ അവർ? അസിത, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഞങ്ങൾ ഇപ്പോൾ വീണ്ടും പറയുന്നു, ഇന്നലകളിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങൾ, ഇന്നലകളിൽ സംഭവിച്ച ഗോത്ര കലാപമാണെങ്കിലും ഇന്ന് ഗോത്ര കലാപത്തെ കുറിച്ച് താങ്കൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. താങ്കൾ പറയുന്നു അത് ഓർക്കാൻ ശരി. പൃഥ്വിരാജ് സിനിമ എടുത്ത് ജോമോൻ ചക്കാലക്കൽ, ഈ നിലപാട് ശരിയല്ല. പൃഥ്വിരാജ് സിനിമ എടുത്ത മനുഷ്യരെ തമ്മിൽ തല്പിച്ചു എന്ന് താങ്കൾ പറയുന്നു. ഈ നാട്ടിൽ, ഈ കേരളത്തിൽ നിന്നുകൊണ്ട് എടുത്ത സിനിമയാണല്ലോ അത്. സംവിധായകനും അഭിനേതാവും ഉൾപ്പെടെ വികാരമുണ്ടാകും ജോമോൻ ചക്കാലക്കൽ, വികാരമുണ്ടാകും.
ഉണ്ടാകും. ഇത് മനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ കേരളത്തിൽ ജോമോൻ ചക്കാലക്കൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ പൃഥ്വിരാജ് ഏതോ സിനിമയെടുത്ത് വർഗീയത ആളിക്കത്തിച്ചു. ഈ കേരളത്തിൽ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിയ മനുഷ്യരെ, മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ താങ്കൾ കാണിച്ചു തരൂ. ഒരാളെ കാണിച്ചു തരൂ, ഒറ്റ ഒരാളെ കാണിച്ചു തരൂ. ഞാൻ ഈ പണി അവസാനിപ്പിക്കാം. അതേസമയം ഞാൻ കാണിച്ചു തരട്ടെ, ചാവ എന്ന ഔറംഗസീബിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ച് അപനിർമ്മിച്ചെടുത്ത സിനിമയുടെ പേരിൽ നാഗ്പൂരിൽ മനുഷ്യർ തമ്മിൽ തല്ലി ചത്തത് ഞാൻ കാണിച്ചു തരട്ടെ. താങ്കൾ എന്ത് ചെയ്യും? അന്ന് ഈ വികാരമൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഞാൻ തുടക്കത്തിൽ എനിക്ക് ആദ്യം KT കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർക്ക് ആദ്യം ഉത്തരം കൊടുക്കണം. അദ്ദേഹം കൂടെ ഒരുപാട് വികാരമായിട്ടൊക്കെ സംസാരിച്ചല്ലോ. അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയണം. KT കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തന്നെ പറയണം. TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന ഒരു സിനിമ അവിടെ സംവിധാനം ചെയ്തപ്പോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിനെ കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഒരൊറ്റ തിയേറ്ററിൽ പോലും അത് എങ്ങനെ ചിത്രീകരിച്ചോ അന്നും ഇന്നും ആ ഓരോ സീൻ പോലും വെട്ടിമാറ്റാതെ ഇന്നും അത് പൊതുമധ്യത്തിലുണ്ട്. താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. താങ്കൾ പറയുന്നു, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ജോമോൻ ചക്കാലക്കൽ, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു എമ്പുരാൻ ഇവിടെ വലിയ വർഗീയ ലഹള ഉണ്ടാക്കി, കലാപം ഉണ്ടാക്കി, മനുഷ്യരെ തമ്മിൽ തല്ലി ഒരു മനുഷ്യനെ കാണിച്ചു തരൂ. ഔറംഗസീബിന്റെ ചരിത്രത്തെ അപനിർമ്മിച്ചെടുത്ത സിനിമ ചാവ മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിച്ചപ്പോൾ എവിടെ പോയി ഈ രാജ്യസ്നേഹം, മനുഷ്യ സ്നേഹം എവിടെ പോയി? പറയാൻ അവസരം തരും. ഞാൻ എന്താ പറഞ്ഞ, എമ്പുരാൻ എന്ന സിനിമയുടെ അനന്തരഫലമായിട്ട് ഇവിടെ കലാപം നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾക്കുള്ളിൽ ആളുകൾക്കുള്ളിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാതെ പൃഥ്വിരാജ് എന്ത് സന്ദേശമാണ് സിനിമ? അനുകൂലിക്കുന്നു. വാദത്തിന് വേണ്ടി ഞാൻ താങ്കളുടെ പോയിന്റ് എടുക്കുന്നു. പൃഥ്വിരാജ് ഈ സിനിമ നിർമ്മിച്ചപ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായി, അല്ലെങ്കിൽ ഒരു തമ്മിൽ തല്ലുന്ന ഒരു ശരി, ഞാൻ വാദത്തിന് താങ്കളുടെ വാദം എടുത്തു എന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ അവസരം തരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അംഗീകരിച്ചല്ലോ. ജോമോൻ ചക്കാലക്കൽ ഒരു മിനിറ്റ്. ജോമോൻ ചക്കാലക്കലിന്റെ വാദം ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു. പൃഥ്വിരാജിന്റെ സിനിമ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കി. ഇനി അതവിടെ നിൽക്കട്ടെ. താങ്കൾ മറക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തെ കുറിച്ചല്ല, കഴിഞ്ഞ മാസം റിലീസായ ചാവ എന്ന ചിത്രം ഔറംഗസീബിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ചു. ഇതാ പാർലമെന്റിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. നാഗ്പൂരിൽ മനുഷ്യൻ തമ്മിൽ തല്ലി തെരുവിൽ മടിച്ചു വീണു. എവിടെ പോയി അന്ന് ഈ വികാരം? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സിനിമയെ കുറിച്ചോ ഒന്നും ഞാൻ വ്യക്തമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന വിഷയം എന്താ? ഇവിടെ ഇപ്പൊ സംസാരിക്കുന്ന വിഷയം ഈ എമ്പുരാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാളെ നമുക്ക് ഈ വിഷയം നിങ്ങൾ എടുക്കൂ, നമുക്ക് ചർച്ചയ്ക്ക് വിളിക്കാം. ഈ വിഷയത്തെ അല്ലല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കാതെ വെട്ടിമാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഒരു തിയേറ്ററിൽ പോലും പ്രദർശിക്കാൻ അനുമതി കൊടുത്തോ? നിങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ? ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വന്നു. നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? നിങ്ങൾ ഒരുമിച്ച് ഒരു മുന്നണി, അങ്ങനെ പറഞ്ഞ INDA മുന്നണി ഒരുമിച്ച് അതിനെ എതിർത്തില്ലേ? ഇവിടെ ആരും സിറിയയിലേക്ക് പോയിട്ടില്ലേ? സിറിയയിലേക്ക് ഇവിടെ നിന്ന് ആരും പോയിട്ടില്ലേ? വിദ്യാസമ്പന്നരായ കുട്ടികളെ ഇവിടെ കൊണ്ടുപോയി സിറിയയിൽ ആദ്യമൊക്കെ കൊണ്ടുപോയിട്ടില്ലേ? ഹസിത പറ. ഹസിത ഒരു അന്വേഷണ മാധ്യമ. ഞാൻ പറയാം, പാർലമെന്റിൽ ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ആ നിലയിലുള്ള ലവ് ജിഹാദ് ഇല്ല. NIA സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് സത്യവാങ്മൂലം, ഇവിടെ ലവ് ജിഹാദ് ഇല്ല. പറയൂ ജോമോൻ ചക്കാലക്കൽ. സിറിയയിലേക്ക് ഇവിടുന്ന് ആട് മേയ്ക്കാൻ ആരും പോയിട്ടില്ല. അസിൻ സമ്മതിച്ചല്ലോ. എനിക്കിപ്പോൾ ഓർഗനൈസറിൽ എഴുതി വന്ന ലേഖനത്തെ ആവർത്തിക്കാനൊന്നും കഴിയില്ല ജോമോൻ ചക്കാലക്കൽ. ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ നിയമസംഹിതയിലാണെങ്കിൽ NIA സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. NIA സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല. പാർലമെന്റിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ബെന്നി ബെഹനാൻ കൊടുത്ത മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല. അല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കാം. കാരണം എന്താ പറയാ, മറ്റുള്ളതിന് ഉത്തരമില്ലാതെയല്ല. അല്ല, ഈ സിനിമയെ കുറിച്ച് തന്നെ പറയണം. ഈ സിനിമയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഈ സിനിമയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് പറയണം. ഈ സിനിമയിൽ പല ഭാഗത്തും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഈ സിനിമ ഇപ്പൊ ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഇവിടെ വരുത്തി വെക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംഭവിച്ച ചില അനിഷ്ട സംഭവങ്ങൾ വീണ്ടും ജനങ്ങൾക്കകത്തേക്ക് കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് സൃഷ്ടിച്ച് മറുപടി കിട്ടുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കില്ല കേട്ടോ. മറുപടി അല്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകും. ചാവ വന്നപ്പോൾ ഇതേ വികാരം ഉണ്ടായി, മനുഷ്യർ തെരുവിൽ മരിച്ചു വീണു. എവിടെ പോയി വികാരം? അല്ല, അതിന് ഞങ്ങളുമായിട്ട് എന്താ ബന്ധം? ഒന്ന് പറയൂ. ആ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന നെഗറ്റീവ് ആ സിനിമയെ കുറിച്ച് ഒരു സെക്കൻഡ്. ജോമോൻ ചക്കാലക്കൽ, ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾ പറയുന്ന മനുഷ്യരുടെ ഭിന്നിപ്പുണ്ടായെന്നാണല്ലോ. മനുഷ്യർ
തമ്മിൽ തല്ലി മരിച്ച സുഹൃത്തെ, ഈ വികാരം എവിടെ പോയി? പാർലമെന്റിൽ പ്രദർശിപ്പിക്കാനുള്ള എന്താണുള്ളത് ചാവയിൽ? ഈ സിനിമയിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണെന്നേ. ഒരു സിനിമ ചെയ്തോട്ടെ, സിനിമ ചെയ്യുമ്പോ ഒരു മര്യാദയില്ലേ? ഇവിടെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളെ പേരെടുത്ത് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നറിയാമല്ലേ ജോമൻ ചക്കാലക്കൽ? അത്ര മതി, അത് മാത്രമേ ഉള്ളൂ ചർച്ചയുടെ ഉദ്ദേശവും. KT കുഞ്ഞിക്കണ്ണൻ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഇവിടെ തെഹൽക്കയിൽ നൽകിയ ബാബു ബജ്രംഗിയുടെ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിന്റെ മലയാളം തർജ്ജിമയിൽ തെഹൽക്ക ചോദിക്കുന്നു, മുസ്ലിങ്ങളെ കഷ്ണങ്ങളായി വെട്ടിനുറുക്കിക്കൊന്നു ബാബു ബജ്രംഗി. ഇന്നിപ്പോൾ ആ പേരാണല്ലോ, ആ പേര് സിനിമയിൽ ഉപയോഗിച്ചതാണ് ഒരു പ്രശ്നം, ആ പേര് മാറ്റുമെന്ന് പറയുന്നു. പക്ഷേ ബാബു ബജ്രംഗിയെ നമ്മൾ മറന്നിട്ടില്ല. വെട്ടിനുറുക്കി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു. പലതും അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആ ബാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ്. അത് അവർ ഭയക്കുന്നു. അത് അവർ പറയുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കുകയും വേണം. വീണ്ടും അടുത്ത ചോദ്യം, മറ്റൊരു രീതിയിൽ നിങ്ങൾ അവരെ കൊന്ന വഴി ചരിത്രത്തിൽ നിഷ്പ്രഭമാകും. ബാബു ബജ്രംഗി, ഹേ, അത് എൻ്റെ FIR-ൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു, ഞാൻ അവളുടെ വയർ ചീന്തിയെടുത്തു, എന്നിട്ട് എല്ലാവരെയും എല്ലാം കാണിച്ചു കൊടുത്തു. ഞങ്ങളിലുള്ളവരോട് കളിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ ആരോ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളോ സ്ത്രീകളോ ആരും ആയിക്കോട്ടെ, അരിഞ്ഞു വീഴ്ത്തണം, കഷ്ണമാക്കണം, കത്തിക്കണം. ഹിന്ദുക്കൾക്ക് ചീത്തയാകാൻ കഴിയും, കാരണം അവരെ പോലെ തന്നെ ഹിന്ദുക്കളും ദുഷ്ടരാണ്. ബാബു ബജ്രംഗി നരേന്ദ്രമോദിയുടെ തിരക്കഥയിൽ ആടിത്തീർത്ത കഥാപാത്രമാണ്. മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു അവരോട് പറഞ്ഞ വാക്കുകൾ. KT കുഞ്ഞിക്കണ്ണൻ. അതെ, അത് ഈ രാജ്യത്തിനറിയാം. ഈ രാജ്യത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ ബാബു ബജ്രംഗിമാരുടെ അങ്ങനെയുള്ള ക്രിമിനൽ വർഗീയവാദികളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് രാജ്യത്ത് വലിയ ധ്രുവീകരണം ഉണ്ടാക്കി ദേശീയ അധികാരത്തിലേക്ക് മോഡിക്ക് എത്താനുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത്. ആ സ്ട്രാറ്റജിയുടെ ഗുണഭോക്താവാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അമിത്ഷാ ഈ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണെന്ന് ആരും മറക്കണ്ട. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജോമൻ അത് മനസ്സിലാക്കണം. ജയിലിൽ കിടക്കേണ്ടി വന്ന ആളാണ്. പക്ഷെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേസിനെ അട്ടിമറിക്കാനൊക്കെ നടത്തിയ ശ്രമങ്ങളൊക്കെ ഈ രാജ്യത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ വിഷയം പൃഥ്വിരാജ് IS ആണോ എന്നാണ്. IS ആണെന്നാണ് സംഘപരിവാറിന്റെ മാന്യന്മാരൊക്കെ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ വിമർശിക്കുന്ന ആരെയും നിങ്ങൾ IS ആക്കും. നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾക്കറിയില്ലേ, ആ വിജയ് ഒരു GST കുറിച്ച് ഒരു പരാമർശം. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു. ജോമൻ, മര്യാദ കാണിക്കട്ടോ, മര്യാദ കാണിക്ക്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു. ഞാൻ മിണ്ടിയിട്ടില്ല. താങ്കൾ സംസാരിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ഉത്തരവാദിത്തമുള്ള പ്രസ്താവനയാണ്. ആ നിലയിൽ വർഗീയ വംശീയ കലാപം നടത്തി പ്രധാനമന്ത്രി ആയാലാണ് നരേന്ദ്രമോദി. ഞാനും ആവർത്തിക്കുന്നു. KT കുഞ്ഞിക്കണ്ണൻ പൂർത്തിയാക്കൂ. ഈ പൃഥ്വിരാജ് IS ആണ്, കേരള സമൂഹത്തിലായ വിഭജനം ഉണ്ടാക്കി എന്നൊക്കെ പറയും. എവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്? താങ്കൾ, ഞാൻ മറ്റൊരു ചാനലിൽ പോയപ്പോഴും അവിടെയും BJP-യുടെ പ്രതിനിധി ഇത് തന്നെയാ പറഞ്ഞു. ഇതേ കാര്യങ്ങൾ തന്നെ. ഇതായിരിക്കും അവർക്ക് ഇന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇങ്ങനെ പറയാനാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് BJP-യുടെ സ്ട്രാറ്റജി അറിയാം. നമ്മുടെ വിജയ് GST-യെ കുറിച്ച് അദ്ദേഹത്തിന് മർസൽ സിനിമയിൽ ഒരു പരാമർശം മാത്രമാണ് നടത്തിയത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? വിജയ് അല്ല, ജോസഫാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പാകിസ്ഥാനുമായി ബന്ധമുള്ള ആളാണ്, പാകിസ്ഥാൻകാരനാണ് വിജയ് എന്ന് പ്രചരിപ്പിച്ചത്. അപ്പൊ നിങ്ങളെ എതിർക്കുന്ന എല്ലാ ആളുകളെയും പാകിസ്ഥാൻകാരനാക്കും, ISI ആക്കും, ഭീകരവാദിയാക്കും, രാജ്യദ്രോഹിയാക്കും. ഈ തന്ത്രമൊക്കെ ലോകത്ത് എല്ലായിടത്തും എല്ലാ ഫാസിസ്റ്റുകളും പ്രയോഗിച്ചിട്ടുള്ള ആ ഫാസത്തിന് വേണ്ടി വാചകമടിക്കേണ്ട മിസ്റ്റർ ജോമോൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ ജനത ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് അധികാരമുണ്ട്, ED ഉണ്ട്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ മോഹൻലാലിയൊക്കെ വിരട്ടും, ഗോപാലിനെ വിരട്ടും. ആ വിരട്ടിന് കീഴടങ്ങാത്ത ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആളുകള്. ഈ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ. ഈ രാജ്യത്ത് മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങള് ഇതെല്ലാം അറിയുന്നവരാണ്. എന്താണ് ബാബു ബജ്രംഗി പറഞ്ഞത്? എന്താണ് മായാ കുദ്വാനി പറഞ്ഞത്? അവരൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള മനുഷ്യത്വത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാപാതകങ്ങളുടെ കൊടും ക്രൂരതകളുടെ സാക്ഷി വർത്തമാനങ്ങളാണ് അവർ പറഞ്ഞത്. അവരുടെ വാക്കുകള് ഗുജറാത്ത് വംശഹത്യയുടെ സാക്ഷി. അവർ തന്നെ പ്രതികളായിരിക്കുക, അവർ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അത് രേഖാപരമായി നമ്മുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദി എല്ലാ കാലത്തൊന്നും ഡൽഹിയിലുണ്ടാവില്ല. ഹിറ്റ്ലർ ലോകം ഭരിക്കുമെന്ന് വിശ്വസിച്ചാളാ. പക്ഷെ ന്യൂറംബർഗിൽ ഹിറ്റ്ലറുടെ മരണത്തിന് ശേഷം ഹിറ്റ്ലറുടെ കൂടെ നിന്ന ജോമോൻ ചക്കാലക്കനെ പോലുള്ള ആളുകൾ വിചാരണ ചെയ്യപ്പെട്ട ചരിത്രമുണ്ട്. ഹിറ്റ്ലർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആ ന്യൂറംബർഗിലെ കോടതി പറഞ്ഞത്, ഹിറ്റ്ലർ പറഞ്ഞാലും ആര് പറഞ്ഞാലും
ഇത് ആവർത്തിക്ക് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. മനുഷ്യത്വത്തോട് ഇത്രയും വലിയ പാതകം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫാസത്തിന്റെ കൊടും ക്രൂരതകള് സാർവദേശീയ പാതകമായി കണ്ട് വിചാരണ ചെയ്ത ചരിത്രം മനുഷ്യരാശിക്കുണ്ട്, ഈ ലോകത്തിനുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് എന്തുമാകാമെന്നാണോ? നിങ്ങളുടെ കൊടും ക്രൂരതകൾ ഒരു സിനിമയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ISI ഏജന്റാണോ? അവർ പാകിസ്ഥാൻ ചാരന്മാരാണോ? അവർ ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്നവരാണ്. ആരാണ് ഹിന്ദുവിന്റെ പ്രതിനിധി? കെ സുരേന്ദ്രൻ ഹിന്ദുവിന്റെ പ്രതിനിധിയാണോ? നരേന്ദ്രമോദി ഹിന്ദുവിന്റെ പ്രതിനിധിയാണോ? ഹിന്ദുവിന്റെ അല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് അവർ. ഹിന്ദുവിന്റെ സംസ്കാരവുമായിട്ട്, ഇന്ത്യയുടെ പൗരാണിക സംസ്കൃതിയുമായിട്ട് RSSന് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷം വരുന്ന അശ്ലീല സംസ്കാരത്തിന്റെ, ന്യൂനപക്ഷ വിരുദ്ധവും ദളിത് വിരുദ്ധവുമായിട്ടുള്ള ഒരു ഭീകര സംസ്കാരത്തിന്റെ പ്രതിനിധികൾ മാത്രമാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾ സംസ്കാരത്തെക്കുറിച്ചും നിങ്ങൾ ഈ രാജ്യസ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യത്ത് വിഭജനവും വർഗീയതയൊക്കെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പരിധിവരെ അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ വിജയത്തിന്റെ ഒരു ഇരയാണ് ഈ മോഹൻലാലൊക്കെ. നിങ്ങൾ അങ്ങ് വിരട്ടുമ്പോൾ മോഹൻലാൽ അങ്ങ് മാപ്പപേക്ഷ നൽകുകയാണ്. മോഹൻലാൽ മാപ്പപേക്ഷ നൽകിയാലും ബജ്രംഗിയുടെ ഈ ഡയലോഗുകൾ, ബജ്രംഗിയുടെ ഈ സാക്ഷി വർത്തമാനങ്ങൾ ഇവിടുത്തെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കതറിയാം. ഞങ്ങൾക്ക് ചരിത്രത്തിൽ നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്. ഈ ബജ്രംഗിയുടെ ഈ ഡയലോഗൊന്നും ഒരു പബ്ലിക് ഡൊമൈനിലുള്ളത് കാരവരും അതേപോലെ തന്നെ തകർക്കയുമൊക്കെ അത് കൊണ്ടുപോകണ്ട. ഇത് ഗോത്രയിൽ തീ കത്തിച്ചത് നിങ്ങളാണ് മിസ്റ്റർ. ഗോത്രയിൽ തീ കത്തിച്ചത് RSS ആണ്. അവരുടെ പ്ലാനാണ് നടന്നത്. അതിനെ സംബന്ധിച്ച് RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട് മിസ്റ്റർ. നിങ്ങളുടെ പ്ലാനാണ് ഗോത്രയിൽ തീ ഉണ്ടായത്. ഗോത്രയിൽ തീ ഉണ്ടായത് വണ്ടിക്കകത്ത് നിന്നാണ്, പുറത്തു നിന്നല്ല. അതിന് വസ്തുനിഷ്ഠമായ എല്ലാ തെളിവുകളും ഈ സംഭവം അന്വേഷിച്ച എല്ലാ കമ്മീഷണറുകൾക്കും പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചൊരു പ്ലാന്റെ ഭാഗമായിട്ട് അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും നാളെ നിങ്ങൾ ഇതെല്ലാം ഉത്തരം പറയണം. ഗുജറാത്ത് വംശഹത്യ 2002 അവസാനിച്ചു പോയൊന്നല്ല. ഗുജറാത്ത് വംശഹത്യ ഇന്ത്യയുടെ ചരിത്രം നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കും. അതിന് ഉത്തരവാദികളായ ആളുകൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മനസാക്ഷി നാളുകൾ വൈകിയാലും വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിൽ മറ്റൊരു ന്യൂറംബർഗ് ഉണ്ടാവും മിസ്റ്റർ ജോമോൻ ചക്കാലക്കൽ. നിങ്ങളൊന്നും അങ്ങനെ തുറച്ചു കളയാമെന്ന് ചിന്തിക്കണ്ട. നിങ്ങളൊക്കെ അങ്ങനെ അഹങ്കരിച്ച് നടന്നു കളയാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളാണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. ശരി ശ്രീജിത്ത് ദിവാകരൻ, ഇറച്ചിവെട്ടുകാരൻ താനൊരു ഹിംസ ചെയ്തു എന്ന് വിചാരിക്കാറില്ല എന്നും താൻ ഇറച്ചി വെട്ടിയെന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ എന്നും മനുഷ്യന്റെ ചോര, മനുഷ്യന്റെ മാംസം വെട്ടുമ്പോഴും അവൻ അതേ വികാരമായിരിക്കുമെന്നും വിജയൻ മാഷു പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ ബാബു ബജ്രംഗിയെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചാകണം. നിർവികാരമായി ആ തെഹൽക്കയുടെ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ മനുഷ്യനെ വെട്ടി നുറുക്കിയതിനെ കുറിച്ച് പറയുകയാണ്. ആ ചരിത്രത്തെയൊക്കെ ആരെങ്കിലും വിചാരിച്ചാൽ വളച്ചൊടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ RB ശ്രീകുമാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ 2004 ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ലാലു പ്രസാദ് യാദവ് നിയമിച്ച ബാനർജി കമ്മീഷനും ഈ ഗോദ്രയിലെ ട്രെയിനിന് തീ പിടിച്ചത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതായത് ട്രെയിനിനുള്ളിൽ നിന്ന് തന്നെയാണ്, പുറത്തുനിന്ന് ആരും തീയിട്ടതല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തീർച്ചയായിട്ടും അതിൽ പല അന്വേഷണങ്ങളും വന്നത് അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമായിരുന്നു പുറത്തു നിന്ന് അതിനെ തീ വയ്ക്കാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലും തരത്തിൽ അന്വേഷണ രീതിയിൽ മുന്നോട്ട് പോയിട്ടും അത് പുറത്തു നിന്ന് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് അതിലേക്ക് കൊണ്ടുവന്നിട്ട്, നേരത്തെ ഇപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യത്തെ ഇതിൽ വെച്ചിട്ട് 8 അടി വരെയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 8 മുതൽ 15 അടി വരെ ഉയരത്തിലേക്കായിരുന്നു വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തീ കത്തിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള അറ്റാക്കിനുള്ളൊരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. പിന്നീട് വന്നിട്ടുള്ള രാകേഷ് അസ്താന എന്ന് പറഞ്ഞിട്ടുള്ള 84 മറ്റേ ഒരു ബാച്ചിലുള്ള IPS ഓഫീസർ പിന്നീട് ഇതിൻ്റെ ചാർജ് വന്നതിന് ശേഷമാണ് അവിടെ ലോക്കലായിട്ടുള്ള മുസ്ലിങ്ങളെ ഇതിൻ്റെ ഈ കേസിൽ പ്രതിയാക്കിയിട്ട് വരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഈ രാകേഷ് അസ്താന വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും
കേസിലെ മുഖ്യ പ്രതിയായിട്ട് കൊണ്ടുവന്നൊരു കക്ഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗലാന സെയ്ദ് ഉമർജി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഗോദ്രയിലുള്ളൊരു ആളായിരുന്നു. മൗലാന സെയ്ദ് ഉമർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റേ BJPക്ക് പോലും മറ്റേ വേണ്ടപ്പെട്ട ആളായിരുന്നു. കാരണം കലാപത്തിന് ശേഷമുള്ള ക്യാമ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് പല NGOകളെയും പല സ്ഥാപനങ്ങളെയുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരേ ഒരു ലീഡറെ ആയിരുന്നു ശരിക്കും പറയണമെങ്കിൽ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് അനുവദിച്ചത്. ആ ക്യാമ്പ് നടത്താനായിട്ട് ഏൽപ്പിച്ച ആളായിരുന്നു ഈ മൗലാന സെയ്ദ് ഉമർജി എന്ന് പറയുന്ന കക്ഷി. ഈ മൗലാന സെയ്ദ് ഉമർജി ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു സമയത്തും ഇതിലെ കേസിൽ പ്രതിയല്ലായിരുന്നു. പക്ഷേ 2002 ഏപ്രിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വാജ്പേയി ആദ്യമായിട്ട് ഈ വംശഹത്യക്ക് ശേഷം ഈ വലിയ കൊലപാതകങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഗുജറാത്ത് സന്ദർശിക്കുന്നത്. ആ സമയത്ത് ഈ മൗലാന ഉമർജി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങൾ അന്യായമായിട്ട് കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ് എന്നുള്ളൊരു പരാതി ഉന്നയിച്ചു. ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ വാജ്പേയി അദ്ദേഹത്തോട് ചോദിച്ചു, ആരൊക്കെയാണ് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ മുസ്ലിങ്ങളെയാണ് നിങ്ങൾ പ്രതി ചേർത്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ധൈര്യമായിട്ട് മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് നരേന്ദ്രമോദിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്നേക്കാൾ അധികം ഇദ്ദേഹത്തിനറിയാം ആരൊക്കെയാണ് പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് വാജ്പേയിയുടെ ചരിത്രപ്രശസ്തമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. തുടർന്നുള്ള പത്രസമ്മേളനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ രാജധർമ്മം പാലിക്കണം, മോഡിയെ സൈഡിൽ ഇരുത്തിക്കൊണ്ടാണ് വാജ്പേയി പറയുന്നത് രാജധർമ്മം പാലിക്കണം. രാജധർമ്മം എന്ന് പറയുന്നത് എല്ലാ പൗരരെയും ഒരുപോലെ കാണുന്നതാണ്, എല്ലാ പൗരരെയും ഒരുമിച്ച് കാണാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഭരണാധികാരി എന്ന് പറയുകയും പിന്നെ അവിടുന്ന് മോഡി അപ്പം ഞാനത് ചെയ്തില്ലെന്നാണോ പറയുന്നത് എന്ന് സൈഡിലിരുന്നിട്ട് പതുക്കെ ചോദിക്കുന്നതെല്ലാം ചരിത്രത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. എന്തായാലും ഈ ഉമർജി ഇതിന് ശേഷമാണ്, ഈ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നത്. ഏതാണ്ട് 6 വർഷത്തിന് ശേഷം ഇത് വന്നു. അഥവാ മുഖ്യപ്രതി, ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി വിചാരണ കോടതിയിൽ പോലും അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് തെളിഞ്ഞ കാര്യമാണ്. ഈ രാകേഷ് അസ്താനയാണ് പിന്നീട് വലിയ അഴിമതി കേസിലെല്ലാം പ്രതിയായതിനു ശേഷവും തുടർന്ന് CBIയുടെ സ്പെഷ്യൽ ഡയറക്ടറാക്കാനായിട്ട് ഈ 2020 കാലഘട്ടത്തിൽ പോലും നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇതാക്കി. അതായത് രാകേഷ് അസ്താനയ്ക്ക് ഈ ഗോത്ര കേസ് അന്വേഷിച്ചതിന് ശേഷം ജീവിതത്തിൽ കരിയറിൽ വലിയ കയറ്റമാണ് ഉണ്ടായിരുന്നത്. കാരണം പിന്നീട് വലിയ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സന്ദേശകാര കേസ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ അഴിമതി കേസാണ്. 15,000 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയ ഈ വിജയ് മല്യയും നരേഷ് മോഡിയും കഴിഞ്ഞിട്ടെങ്കിൽ വേറെ നമ്മൾ ബിഡിയുട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു. ഈ രാകേഷ് അസ്താനയുടെ മകളുടെ വിവാഹം ഈ ഗ്രൂപ്പാണ് നടത്തിയത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും കേസുകളും എല്ലാം നിലനിൽക്കുമ്പോൾ ഈ CBIയുടെ മുൻ ചീഫ് ഇദ്ദേഹത്തെ ഒരു കാരണവശാലും CBIയുടെ പുതിയ ചീഫായിട്ട് കൊണ്ടുവരരുത്, കാരണം അത്രയും വലിയ അഴിമതി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് CBIയുടെ സ്പെഷ്യൽ ചീഫായിട്ട് കൊണ്ടുവന്ന കക്ഷിയാണ് ഈ രാകേഷ് അസ്താന. അയാളുടെ കരിയറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഗോത്ര കേസിൽ മുസ്ലിങ്ങളെ പ്രതി ചേർത്തിട്ടുള്ളതാണ്. അതിനു മുൻപ് രാകേഷ് അസ്താന വരുന്നതിന് മുമ്പ് ഇത് ഒരു അപകടം മാത്രമായിട്ടിരുന്ന കാര്യമാണ്. ഈ അപകടത്തെ ഒരു മുസ്ലിംങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തീവ്രവാദ പരിപാടിയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ പറയുന്ന ആളുകളെ കൊല ചെയ്തു എന്ന് പറയുന്ന ഒരു നരേഷനിലേക്ക് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയും രാകേഷ് അസ്താനയും പോലെയുള്ള ആളുകളാണ്. അതിനുശേഷമാണ് കോടതികളിലേക്കെല്ലാം ഈ നരേഷനിൽ വരികയും പല സമയത്തും കോടതിയിൽ ഇതിന് തെളിവില്ലാഞ്ഞിട്ട് പോലും പല സമയത്തും ഇതിലൊരു അനുകൂലമായിട്ടുള്ള വിധികളും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് വരികയും എല്ലാം ചെയ്തത്. തീർച്ചയായും ക്ഷമിക്കുക, ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഒന്ന് ഇടപെടുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി KT കുഞ്ഞിക്കണ്ണനിലേക്കും ജോമോനിലേക്കും ഒന്ന് പോകട്ടെ. ശ്രീ ജോമോൻ ചക്കാലയ്ക്കൽ, ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ചത് തെഹൽക്കേക്ക് ബാബു ബജ്രംഗി നൽകിയ അഭിമുഖമാണ്. അപ്പോൾ നേരത്തെ മലയാളത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. റിപ്പോർട്ടർ ചോദിക്കുന്നു, മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ബാബു ബജ്രംഗി: മാസാ ആത്താ ഹേ നാ സാഹിബ്, ഞാൻ ആസ്വദിക്കുകയായിരുന്നു സുഹൃത്തെ. ഞാൻ അവരെ കൊന്നതിന് ശേഷം തിരികെ വന്നു, ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു, എന്നിട്ട് ഉറങ്ങാൻ പോയി. എനിക്ക് റാണാ പ്രതാപിനെ പോലെ തോന്നി. റാണാ പ്രതാപ് എന്താണോ ചെയ്തത് അതുപോലെ തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണോ അത് ഞാൻ
സ്വയം ചെയ്തതുപോലെ തോന്നി. താങ്കൾ പറഞ്ഞ രാജ്യം മറക്കണം എന്ന് താങ്കൾ ആവർത്തിച്ച പോയകാല ചരിത്രമാണ്. മനുഷ്യർക്ക് ഇതൊക്കെ മറക്കാൻ കഴിയുമോ? ജോമോൻ ചക്കാലക്കൽ. അല്ല, ശ്രീജിത്ത് ദിവാകരനോട് പറയൂ, നരേന്ദ്രമോദി നേരിട്ട് തീപ്പന്തം കൊണ്ട് അവിടെ ചെന്ന് എറിഞ്ഞതാണെന്ന് പറയൂ. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇനി ന്യായീകരിക്കാനില്ലല്ലോ. വെറുതെ നിങ്ങളുടെ രാഷ്ട്രീയം കൈരളിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ പറയാതെ മനുഷ്യ. ഇത് കൃത്യമായിട്ട് മലയാളി സമൂഹത്തിനറിയാം, ഇന്ത്യക്കറിയാം ആരാണത് ചെയ്തതെന്ന്. ആ തീവ്രവാദി അദ്ദേഹം ഒമർജി എന്നൊക്കെയാ വിളിക്കുന്നത്. അദ്ദേഹം വളരെ എന്തൊരു ബഹുമാനമാ തീവ്രവാദിക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒമർ എന്ന് പേരിട്ട് വിളിച്ചാൽ മതി. അതിന് ഒമർജി എന്ന് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ബഹുമാനം കൊടുക്കൂ. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ലോകോത്തര എന്താ പറയാ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ ഒമർജി എന്നൊക്കെ പറയൂ ശ്രീജിത്ത് ദിവാകര. നിങ്ങൾക്ക് അതാ നല്ലത്. അല്ല, പറയണമല്ലോ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഒമർജി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് സുഹൃത്തെ, അല്ലാതെ ഞാൻ വിമാനസുരക്ഷമായിട്ട് പറയുന്നൊന്നുമല്ല. ദയവായിട്ട് ഈ പറഞ്ഞ നമ്മുടെ നാടിന്റെ വൈവിധ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുക. നാട്ടിലെ ആളുകളുടെ പേരാണ് അതൊക്കെ, അല്ലാതെ എന്റെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സാധനമൊന്നുമല്ല. തുടക്കം മുതൽ ഞാൻ കേൾക്കുകയാണല്ലോ, നിങ്ങളുടെ പ്രസ്താവന 7 അടിയുടെയും 8 അടിയുടെയും ഹൈറ്റിലാണല്ലോ. നിങ്ങൾ പറയുന്നത് നേരിട്ട് അതിനകത്ത് സന്യാസിമാർ എന്താ പറയാ പെട്രോൾ കൊണ്ടുവന്ന് അവരുടെ മേത്ത് തന്നെ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആക്കിക്കോളൂ. അവിടെ അല്ലെങ്കിൽ ഗോത്ര കലാപം സന്യാസിമാർ ആത്മഹത്യ ചെയ്തതാണ്. സ്വയമായിട്ട് അവർ തീ ഒഴിച്ച് അവരുടെ മേത്ത് പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തിയതാണെന്ന് നിങ്ങൾ കൈരളിയുടെ പ്രേക്ഷകരോട് പറയൂ. ഇതിലും നല്ലത് അതാണെന്നേ. നിങ്ങൾക്ക് നിങ്ങളുടെ നരേറ്റീവ് പറയാനായി കൈരളിയുടെ ഫോം നിങ്ങൾ ഉപയോഗിക്കല്ലേ, പ്ലാറ്റ്ഫോം ഉപയോഗിക്കല്ലേ. നടന്നത് എന്താണെന്ന് അറിയാമല്ലോ. അവിടെ നടന്നത് സത്യത്തിൽ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഗോത്രയിൽ സംഭവിച്ചു. അനന്തരഫലമായി സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അന്ന് ഗുജറാത്തിൽ സംഭവിച്ചു. ഇതെല്ലാം അറിയാം. ഇത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി ജീവിതമുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ ഗോത്ര പറയാതെ, ഗോത്രയെ മാത്രം പരാമർശിക്കാതെ നേരിട്ടും അവിടെ നടന്ന മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് മാത്രം ചെല്ലുക. കേരളത്തിലെ 4 ഡാമുകൾ തകർത്തുകൊണ്ട് ജോമോൻ ചക്കാലക്കൽ ഇപ്പോൾ അവസാനം പറഞ്ഞില്ലേ, അതിനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. എന്തു പറയണമെന്ന് സംവിധായകനോ തിരക്കഥാകൃത്തോ ഒക്കെ തീരുമാനിക്കുന്നതിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. ജോമോൻ പറയുന്നത് അത് തന്നെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം അതാണല്ലോ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, സമയമില്ല എങ്കിൽ പോലും ചുരുങ്ങിയ വാക്കുകളിൽ ഈ മാധ്യമ മേഖലയിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ചില ആദർശങ്ങളും എന്താണോ ചെയ്യേണ്ടതെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ മാത്രമാണ് അതിലേക്ക് എത്താനായല്ലോ എന്നൊരു ആത്മവിശ്വാസവും സംതൃപ്തിയും ഒക്കെ സ്വയം തോന്നുന്നത്. അങ്ങനെ ഒരു ചർച്ചയായിരുന്നു ഇത് എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് താങ്കൾ ചുരുങ്ങിയ വാക്കുകൾ ഇത് അവസാനിപ്പിക്കൂ, സമയമില്ല. ഈ സിനിമ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരു ഈസ്തെറ്റിക്കലോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള വശത്തേക്കാളേറെ നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു കൂട്ടക്കൊലയെ, ഒരു വംശഹത്യയെ അതിന് നേതൃത്വം കൊടുത്ത ആ ക്രിമിനൽ സംഘത്തിലെ ഒരു പ്രതിനിധി തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിൽ സംതൃപ്തി കണ്ടുകൊണ്ട്, അതിൽ ആശ്വാസം കൊണ്ട്, അതിന്റെ റിയലൈസേഷൻ ഈ ഒളിക്യാമറകൾക്ക് മുമ്പിൽ പറയേണ്ടി വന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഈ സിനിമ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പാതകമാണ്. ഗാന്ധിവധം, ബാബറി മസ്ജിദിന്റെ തകർച്ച, ഗുജറാത്ത് വംശഹത്യ, ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ എന്താണ് ജോമോൻ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയല്. എന്താ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പശുവിന്റെ പേരിൽ മാത്രം എത്ര നിരപരാധികളായ ചെറുപ്പക്കാരെയാണ്, മുസ്ലിം നാമധാരികളെയാണ് ആൾക്കൂട്ടങ്ങൾ കൊല ചെയ്തത്. സമകാലീന ചരിത്രത്തിൽ വർത്തമാനത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുന്നു. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന എല്ലാ അതിഥികൾക്കും സമയപരിമിതിയുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.